അവർ എത്ര രൂപ സ്കാൻ ചെയ്യുന്ന സമയത്തും അത് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൽ പിൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ആ പൈസ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കാതെ അത്തരത്തിൽ കുട്ടികൾക്ക് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാനും സാധ്യതയുള്ള ഒരു ഫോണാണ് ഇത് അക്കൗണ്ട് ഇല്ലാത്ത ഫോൺ. ഇനി മുതൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയൊരു ഓപ്ഷന് ഗൂഗിൾ പേ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും പോക്കറ്റ് മണി എന്നാണ് ഇതിൻ്റെ പേര്. അതായത് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇപ്പോൾ അക്കൗണ്ട് ഉള്ള ഒരു ഫോണാണ് ഇത് അക്കൗണ്ട് ഇല്ലാത്ത ഫോൺ ഗൂഗിൾ പേ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ അക്കൗണ്ട് ഇല്ലാത്തവർക്കും നമ്മുടെ സഹായത്തോടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ ആ ഒരു ഗൂഗിൾ പേ ഇതുപോലെ സെറ്റ് ചെയ്താൽ നിങ്ങളെ അക്കൗണ്ടിൽ നിന്നും പൈസ പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഒരു ഗൂഗിൾ പേ സെറ്റ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇതിപ്പോൾ ഗൂഗിൾ പേ അക്കൗണ്ട് ഉള്ള ഫോണാണ് കേട്ടോ. ഇനി അക്കൗണ്ട് ഇല്ലാത്ത ഫോണിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ജി-പേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച്, അതായത് ഈ ഫോണിലെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ സൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ വെരിഫൈ ചെയ്യണം. അപ്പോൾ വെരിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ ഈ ഒരു വെരിഫൈൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് ചോദിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ആഡ് ബാങ്ക് അക്കൗണ്ട് ഒന്നും കൊടുക്കാതെ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോൺ, അതായത് അക്കൗണ്ടുള്ള മൊബൈൽ ഫോണാണിത്, എന്നിട്ട് ഈ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഈ ഒരു ഫോണിലെ പോക്കറ്റ് മണി ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അക്കൗണ്ട് ഇല്ലാത്ത മൊബൈൽ ഫോണിലെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ റിക്വസ്റ്റ് ടു സെറ്റപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അലോ കൊടുക്കുക. അലോ കൊടുത്തതിന് ശേഷം നമ്പർ വെരിഫൈ ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞാൽ സെൻഡ് SMS കാണാൻ സാധിക്കും പോണത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ അക്കൗണ്ട് ഇല്ലാത്ത മൊബൈൽ ഫോണിൽ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ QR കോഡ് വരും. ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അക്കൗണ്ടുള്ള മൊബൈൽ ഫോണിൽ പോക്കറ്റ് മണി ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റപ്പ് പോക്കറ്റ് മണി ഓൺ UPI സർക്കിൾ എന്ന് പറഞ്ഞ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ നേരത്തെ റിക്വസ്റ്റ് ആണ് ഈ അക്കൗണ്ട് ഇല്ലാത്ത മൊബൈൽ ഫോണിൽ ചെയ്തത്. നിങ്ങൾ അക്കൗണ്ടുള്ള മൊബൈൽ ഫോൺ ഈ സർക്കിൾ എന്ന് പറഞ്ഞ ഈ ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആ നമ്പർ ഞാൻ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ആ ഒരു നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഈ അക്കൗണ്ടുള്ള മൊബൈൽ നമ്പറിൽ ഈ ഒരു ഫോണിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ QR കോഡ് പിന്നെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ QR കോഡ് ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ അപ്ലോഡ് ഗ്യാലറിയിൽ പോയിട്ട് അതിൻ്റെ QR കോഡ് ഞാൻ ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെരിഫൈ ആകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഓപ്ഷനിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻ, ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു ലിമിറ്റ് വെക്കാം. അതായത് 2000, 5000, 10000. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 5000 ലിമിറ്റ് വെച്ച് നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ പിന്നെ ഈ ഒരു ഫോണിൻ്റെ ആവശ്യമില്ലാതെ അവർക്ക് എപ്പോഴും ആ ഒരു 5000 രൂപ ഇതുപോലെ ഈ ഒരു മൊബൈൽ ഫോണിൽ അക്കൗണ്ട് ഇല്ലാത്ത ഈ മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഒരാളെ നമ്പർ അടിച്ചിട്ടൊക്കെ അവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ അത് പോകുന്നത് അറിയാൻ സാധിക്കില്ല. അതായത് പെട്ടെന്ന് പൈസ കുട്ടികൾ അങ്ങനെ എടുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ ചെയ്ത് വെക്കുന്നത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ അവർ എത്ര രൂപ സ്കാൻ ചെയ്യുന്ന സമയത്തും അത് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൽ പിൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ആ പൈസ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കാതെ അത്തരത്തിൽ കുട്ടികൾക്ക് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാനും സാധിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, യെസ് ആൻഡ് ഇൻ ആക്റ്റീവ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആക്റ്റീവ് ഓപ്ഷൻ റെഡിയാക്കുകയാണ്. ഇവിടെ ഡണ്ണ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഈ ഒരു മൊബൈൽ ഫോണിൽ ബാക്ക് വന്നാൽ അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ ഗൂഗിൾ പേ ഒന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ വീണ്ടും എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു മൊബൈൽ ഫോണിലെ ആ ഒരു പേരുള്ള വ്യക്തി ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടിന്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഇല്ലാത്ത ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജോയിൻ UPI സർക്കിൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഇല്ലാത്ത മൊബൈൽ ഫോണിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ജോയിൻ ചെയ്ത് ഇപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിൽ എത്രയെങ്കിലും ഒരു രൂപ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ മെസ്സേജ് വരും. അതായത് മെസ്സേജ് വന്നതിന് ശേഷം അവിടെ നമ്മൾ അത് പിൻ നമ്പർ അടിച്ചാൽ മാത്രമാണ് ഇവൾ എത്രയാണോ പൈസ സെറ്റ് ചെയ്തത് അതങ്ങോട്ട് സെൻഡ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പേടിക്കാതെ ഈ ഒരു ഓപ്ഷൻ നമ്മൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇത് ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പല പൈസയും പോകാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന വോയിസൊക്കെ ഇപ്പോൾ വാട്സപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്, ഇതാരും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ഗൂഗിൾ പേ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഓഫർ, അല്ലെങ്കിൽ ഒരു കുട്ടികൾക്കൊക്കെ പൈസ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പൈസ സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പിൻ നമ്പർ അടിച്ചു കൊടുക്കാം. ഇനി അതല്ല, നേരത്തെ ഫസ്റ്റത്തെ ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരികയല്ലാതെ നിങ്ങൾക്ക് പിൻ നമ്പറൊന്നും വരില്ല. ഒരു 5000 രൂപ ആണ് നിങ്ങൾ സെൻഡ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സാധാ 5000 രൂപ അവർ പോക്കറ്റിൽ നിന്ന് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ ഇതുപോലെ സ്കാൻ ചെയ്ത് അവർക്ക് ഉപയോഗിച്ച് തീർക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ആക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി സേഫാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ.